അസ്സലാമു ഞാൻ ഹൈറു ജാസ്മി. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളൊരു ഉമ്മയാവാൻ പോവുകയാണോ എങ്കിൽ സന്തോഷകരമായ ഒരു ഗർഭകാലവും സുഖപ്രസവവും നൽകി അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും ഗർഭിണിയാവാൻ ശ്രമിക്കുന്നവർക്കും ഗർഭിണികൾക്കും വേണ്ട കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയുന്നത്. കൂടെ നിങ്ങളുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ ഗർഭിണിയുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഗർഭിണികൾക്ക് 3 മാസം കഴിയുമ്പോൾ മുതൽ ഉറക്കത്തിൻ്റെ സമയത്ത് ചില അസ്വസ്ഥതകൾ കാണപ്പെടാറുണ്ട്. ഏകദേശം 7 മാസം കഴിയുമ്പോൾ മുതലാണ് കിടക്കുമ്പോൾ അസ്വസ്ഥതകൾ പതിവാകുന്നത്. ഇതെല്ലാവരിലും കാണണമെന്നില്ല. എങ്കിലും വയറിൻ്റെ ഏതു വശം വെച്ച് കിടന്നാലാണ് സുഖമായി ഉറങ്ങാൻ കഴിയുക, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഇത് ദോഷം ചെയ്യുമോ തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് ഓരോ ദിവസവും ഗർഭിണിയായ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടാവുക. ഗർഭകാലത്തിൻ്റെതായ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളും മനം പുരട്ടൽ, ഉറക്കക്കുറവ്, കൈകാൽ വേദന, ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളും ഗർഭിണികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഗർഭിണികൾ ഉറങ്ങുന്നതിനായി ഒരു പ്രത്യേക പൊസിഷൻ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ഇടതുഭാഗത്തേക്കാണ് നല്ലത്. മലർന്നു കിടന്നുറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. മലർന്നു കിടന്നുറങ്ങുന്നത് പുറം വേദന, ശ്വാസതടസ്സം, ദഹനവ്യവസ്ഥ തകരാറിലാക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. രക്തയോട്ടം കുറയുന്നതിനും മലർന്നു കിടന്നുള്ള ഉറക്കം കാരണമാകുന്നു. മലർന്നു കിടന്നുറങ്ങുമ്പോൾ ഭാരം മുഴുവനും കുടലുകളിലേക്കും പ്രധാനപ്പെട്ട രക്തധമനികളിലേക്കും കേന്ദ്രീകരിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനാൽ ഗർഭിണികൾ ചെരിഞ്ഞു കിടന്നുറങ്ങുന്നതാണ് കൂടുതലും നല്ലത്. അതും ഇടതുവശത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്നതാണ് കൂടുതലും നല്ലത്. ഇടതുവശം ചേർന്നുറങ്ങുന്നത് രക്തചംക്രമണം കൂട്ടുന്നതിന് സഹായിക്കും. അതുമൂലം പ്ലാസന്റയിലേക്കുള്ള രക്തപ്രവാഹം കൂടുന്നു. ഗർഭസ്ഥ ശിശുവിന് പോഷകങ്ങളും ഓക്സിജനും നല്ല രീതിയിൽ ലഭിക്കുന്നതിനും ഇടതുവശം ചേർന്നുറങ്ങുന്നതാണ് നല്ലത്. ആവശ്യമെങ്കിൽ കാലുകൾക്കിടയിൽ തലയണ വെക്കാം. ചിലർ വയറിന് ഒരു സപ്പോർട്ടായും തലയിണകൾ വെക്കാറുണ്ട്. ഗർഭിണികൾ നിർബന്ധമായും തുടർച്ചയായി നന്നായി ഉറങ്ങേണ്ടതാണ്. 8 മുതൽ 10 മണിക്കൂറുകൾ ഉറക്കത്തിനായി നീക്കിവച്ചിരിക്കണം. ഉറക്കക്കുറവുള്ളവർ എന്നും കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രദ്ധിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ചായ, കാപ്പി, സോഡ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കണം. ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും വ്യായാമങ്ങൾക്കായി നീക്കിവെക്കുന്നതും നന്നായിരിക്കും. വിശന്നിരിക്കാതെ നന്നായി ദഹിക്കുന്ന ഭക്ഷണമാണ് ഇവർ കഴിക്കേണ്ടത്. ഇടതുവശത്ത് മൃദുത്വമുള്ള തലയിണ വെച്ച് അതിനോട് ചേർന്ന് ഉറങ്ങാം. ഇതിനെല്ലാം ഉപരി സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയും ഓരോ ദിവസവും ചെലവിടാനും നിങ്ങൾ ശ്രമിക്കണം. ഉത്കണ്ഠകളെല്ലാം മാറ്റിവെച്ച് കുഞ്ഞുവാവൻ നിങ്ങളെ നോക്കി പുഞ്ചിരി തൂകുന്ന സുന്ദര നിമിഷ സ്വപ്നം കണ്ട് സുഖമായി ഉറങ്ങിക്കോളൂ. നന്നായി ഉറങ്ങുന്നവർ പോലും ഗർഭാവസ്ഥയിൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കാറുണ്ട്. ഇതിനുള്ള കാരണങ്ങളിൽ ഒന്ന് ഗർഭിണികളുടെ മാനസികാവസ്ഥയാണ്. പ്രത്യേകിച്ചും ആദ്യമായി അമ്മയാവാൻ ഒരുങ്ങുന്നവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. കളിച്ചും ചിരിച്ചും നടന്നവർക്ക് അമ്മയാകുന്നതോടെ ഏറി വരുന്നൊരു ഉത്തരവാദിത്തം ഏറെ വലുതായി തോന്നുക സ്വാഭാവികമാണല്ലോ. മാത്രമല്ല, പ്രസവത്തെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചുമുള്ള ടെൻഷൻ വേറെ. മാനസിക സംഘർഷങ്ങൾ കൂടുന്തോറും ഉറക്കമെന്ന വിശ്രമാവസ്ഥയും നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അതിനാൽ പ്രാർത്ഥനയും ഖുർആൻ ഓതലും മറ്റു ദിക്ർ സ്വലാത്തുകളും ഒക്കെ ചൊല്ലുക. എന്നാൽ ഫോൺ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. അതേപോലെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടുള്ള ഇന്ന് യൂട്യൂബിൽ വ്യാപകമായ ലൈവ് പരിപാടികളുടെ പിറകെയും ഗർഭിണികൾ പോവരുത്. ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും ഏറെ ദോഷമാണ് അമിത മൊബൈൽ ഫോൺ ഉപയോഗം. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.